എല്ലാവർക്കും PSC നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LGS എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നാം നോക്കുന്നത്. അതിലെ കറണ്ട് അഫെയർസിനാണ് ഇന്ന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ നടന്ന ഏത് പ്രകൃതി ദുരന്തത്തിനാണ് 2024 ജൂലൈയിൽ 100 വർഷം തികഞ്ഞത്? ആൻസർ 99 വെള്ളപ്പൊക്കം. അടുത്ത ചോദ്യം: US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എവിടെ വെച്ചാണ്? ആൻസർ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ച്. അടുത്ത ക്വസ്റ്റ്യൻ: ചന്ദ്രോപരിതലത്തിൽ പുതിയൊരു ഗുഹ കൂടി ശാസ്ത്രജ്ഞർ കണ്ടെത്തി. എവിടെയാണത്? ആൻസർ പ്രശാന്തിയുടെ കടലിന് 400 കിലോമീറ്റർ അകലെ, സീ ഓഫ് ട്രങ്കിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജൂലൈ 12 എത്തിയ ആദ്യ മദർഷിപ്പ്? ആൻസർ സാൻ ഫെർണാണ്ടോ. അടുത്ത ചോദ്യം: 2024 G20 ഉച്ചകോടി എവിടെയാണ് നടത്തുന്നത്? ആൻസർ റിയോ ഡി ജനീറോ, ബ്രസീൽ. അടുത്ത ചോദ്യം: രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് എവിടെയാണ്? ആൻസർ കൊച്ചി. അടുത്ത ചോദ്യം: ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂടുതൽ അധികാരങ്ങൾ നൽകിയത്? ആൻസർ ജമ്മു കാശ്മീർ. ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂടുതൽ അധികാരങ്ങൾ നൽകിയത്? ആൻസർ ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം: MT വാസുദേവൻ നായർ തിരക്കഥ രചിച്ച 9 സിനിമകളുടെ സമാഹാരം ഓണക്കാലത്ത് ZEE5 OTT പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങും. സമാഹാരത്തിൻ്റെ പേര്? ആൻസർ മനോരഥങ്ങൾ. അടുത്ത ചോദ്യം: നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി? ആൻസർ KP ശർമ്മ ഒലി. അടുത്ത ക്വസ്റ്റ്യൻ: സർക്കാർ ഓഫീസുകളിലെ ജോലിയിൽ സഹായിക്കുന്നതിനായി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ് വെയർ ടൂളുകൾ സേവനത്തിന് സജ്ജമായി. ഇവയുടെ പേര്? ആൻസർ DG സ്മാർട്ട് കെല്ലി. അടുത്ത ക്വസ്റ്റ്യൻ: ലോക സർപ്പദിനം എന്നാണ്? ആൻസർ ജൂലൈ 16. അടുത്ത ചോദ്യം: 2024 വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവ്? ആൻസർ കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. അടുത്ത ചോദ്യം: പുരപ്പുറ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം? ആൻസർ 3. ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് 1, 2 സ്ഥാനങ്ങളിൽ. സംസ്ഥാനത്ത് KSEB ആണ് പദ്ധതി നടപ്പാക്കുന്ന ഏജൻസി. അടുത്ത ചോദ്യം: 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ? ആൻസർ ഡോക്ടർ പൂനം ഗുപ്ത. അടുത്തത് കോപ്പ അമേരിക്ക ഫുട്ബോൾ 2024 ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ജേതാക്കൾ അർജൻറ്റീനയാണ്. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കൊളംബിയയെയാണ് തോൽപ്പിച്ചത്. കോപ്പയിൽ അർജൻറ്റീനയുടെ 16ാമത് കിരീടമാണിത്. തുടർച്ചയായി 2ാമത്തെ കിരീടം എന്ന പ്രത്യേകതയുണ്ട്. കാലഘട്ടം 2021-24. മികച്ച താരം ഹാമിഷ് റോഡ്രിഗ്സ്, കൊളംബിയ. ലൗട്ടാറോ മാർട്ടിനെയാണ് ടോപ്പ് സ്കോറർ. അർജൻറ്റീനയ്ക്ക് $16 ദശലക്ഷം സമ്മാനത്തുകയായി ലഭിച്ചു. കൊളംബിയയ്ക്ക് $7 ദശലക്ഷം ലഭിച്ചു. അടുത്തത് യൂറോ കപ്പ് 2024 ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സ്പെയിൻ ജേതാക്കളായി. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കിയത്. 1964, 2008, 2012 വർഷങ്ങളിലാണ് സ്പാനിഷ് ടീം മുൻപ് ചാമ്പ്യന്മാരായത്. സ്പെയിനിൻ്റെ റോഡ്രിയാണ് ടൂർണമെൻറ്റിലെ താരം.
യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ സ്പെയിനിൻ്റെ ലാമിൻ യമാൽ മികച്ച യുവതാരമായി. ഒരു യൂറോ കപ്പ് ടൂർണമെൻറ്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതിയും സ്പെയിൻ സ്വന്തമാക്കി. 1984 യൂറോപ്പിൽ ഫ്രാൻസ് നേടിയ 14 ഗോളിനെയാണ് മറികടന്നത്. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം കൂടിയാണ് സ്പെയിൻ. സ്പെയിനിന് 28.25 ദശലക്ഷം യൂറോ സമ്മാന തുകയായി ലഭിക്കും. ഇംഗ്ലണ്ടിന് 24.25 ദശലക്ഷം യൂറോയും ലഭിക്കും. അടുത്ത ചോദ്യം, 2024 ജൂലൈയിൽ കരീബിയൻ രാജ്യങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കൊടുങ്കാറ്റ്. ആൻസർ ബെറിൽ. അടുത്ത ചോദ്യം, 2024 സൗത്ത് ഏഷ്യൻ അണ്ടർ-18 ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റിൽ കിരീടം നേടിയത്. ആൻസർ ഇന്ത്യ. ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ജൻ AI ഉച്ചകോടിയുടെ വേദി. ആൻസർ കൊച്ചി. അടുത്ത ചോദ്യം, മെറ്റ അവതരിപ്പിച്ച ഏറ്റവും പുതിയ AI മോഡൽ. ആൻസർ ലാമ 3.1. അടുത്ത ചോദ്യം, 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. ആൻസർ നീലു എന്നു പേരുള്ള പൊന്മാൻ. നീലു കളിവള്ളം തുഴയുന്ന രീതിയിലാണ് ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2024 ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ പാരീസിലെ നദി. ആൻസർ സെൻ. അടുത്തത്, പ്രശസ്തമായ ചില ഉദ്ധരണികൾ പരിചയപ്പെടാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിരിക്കണേ. വേല ചെയ്താൽ കൂലി കിട്ടണം. ഇത് പറഞ്ഞിരിക്കുന്നത് അയ്യ വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് മനുഷ്യന്. ഇങ്ങനെ പറഞ്ഞത് അയ്യ വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി. പറഞ്ഞത് അയ്യ വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറുമൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞതാണ്. അടുത്തത്, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ഇങ്ങനെ പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് പറഞ്ഞത്. അടുത്തത്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഇങ്ങനെ പറഞ്ഞത് വിവേകാനന്ദൻ വേദാധികാര നിരൂപണം എന്ന ചട്ടമ്പിസ്വാമിയുടെ കൃതിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. അടുത്തത്, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഇങ്ങനെ പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ. അടുത്തത്, അയിത്തം അറബിക്കടലിൽ തള്ളണം. ഇങ്ങനെ പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ. അടുത്തത്, അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്. ഇത് ചട്ടമ്പിസ്വാമിയുടെ വാക്കുകളാണ്. അടുത്തത്, ജാതി വ്യവസ്ഥയുടെ കളിലല്ലാതാകുന്നതിന് പകരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയല്ല, ക്ഷേത്രങ്ങളിൽ നിന്ന് ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് ചട്ടമ്പിസ്വാമികൾ. അടുത്തത്, ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരിയായി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് അയ്യങ്കാളി. അടുത്തത്, മഹാത്മാഗാന്ധിക്ക് മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഇങ്ങനെ പറഞ്ഞ് CP രാമസ്വാമി അയ്യർ. അടുത്തത്, ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെപ്പോലെ പരിശുദ്ധനാത്മാവായി മറ്റാരുമില്ല. ഇങ്ങനെ പറഞ്ഞ് രവീന്ദ്രനാഥ ടാഗോർ. അടുത്തത്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വാണരുളും ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമല്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് CF ആൻഡ്രൂസ്. അടുത്തത്, ജാതിഭേദം മതദ്വേഷമേ ഇല്ലാതെ സർവരും സോദരത്വേ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്